Once again, welcome back to KCS Classes. KCS Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കേരള PSC ജൂനിയർ അക്കൗണ്ടന്റ് കാറ്റഗറി നമ്പർ 363, 364, 2025 സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. നമ്മൾ ഓൾറെഡി 100 ഡേയ്സ് സ്റ്റഡി പ്ലാൻ വീഡിയോ, ദെൻ 10 മൊഡ്യൂളുടെയും ഡീറ്റെയിൽ മൊഡ്യൂൾ വൈസ് അനാലിസിസ്, അതിനുശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഓൾറെഡി 20 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതിനേക്കാൾ മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആദ്യം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ 10 ചോദ്യങ്ങൾ, അതിനുശേഷം ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ 10 ചോദ്യങ്ങൾ, ഇനി നെക്സ്റ്റ് കോസ്റ്റ് അക്കൗണ്ടിങ് സബ്ജക്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലെ 5 ചോദ്യങ്ങൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈൻ ആയിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, ഇതൊക്കെ അവൈലബിൾ ആയിരിക്കും. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ 21ാമത്തെ ചോദ്യത്തിലോട്ടാണ് നമ്മൾ കടക്കുന്നത്. ഇതാണ് ചോദ്യം. The basic requirement of dash technique is the separation of fixed and variable cost. താഴെ പറയുന്ന ഏത് കോസ്റ്റിംഗ് ടെക്നിക്കിലാണ് ഫിക്സഡ് ആൻഡ് വാരിയബിൾ കോസ്റ്റിന്റെ കറക്റ്റ് സെപ്പറേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്? നമ്പർ 1 മാർജിനൽ കോസ്റ്റിംഗ്, നമ്പർ 2 സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, നമ്പർ 3 ഡിറക്റ്റ് കോസ്റ്റിംഗ്, നമ്പർ 4 യൂണിഫോം കോസ്റ്റിംഗ്. വളരെ ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിൻ്റെ ആൻസറിലോട്ട് കടക്കാൻ സാധിക്കും. എന്താണ്? മാർജിനൽ കോസ്റ്റിംഗ് ആണ് വരാം. മാർജിനൽ കോസ്റ്റിംഗിലാണ് നമുക്ക് ഈ വാരിയബിൾ കോസ്റ്റിന്റെയും ഫിക്സഡ് കോസ്റ്റിന്റെയും സെപ്പറേഷൻ കാണാൻ സാധിക്കുക, അല്ലേ? നമ്മൾ മാർജിനൽ കോസ്റ്റിംഗ് പഠിക്കുന്നതിനേക്കാൾ മുമ്പ് അതിന്റെ മുമ്പുള്ള കോസ്റ്റിങ്ങിനെ നമ്മൾ പറയാറുണ്ട് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ആണ്, അല്ലെങ്കിൽ ഫുൾ കോസ്റ്റിംഗ് എന്ന് പറയും. അതിൽ ടോട്ടൽ കോസ്റ്റ് ആണ് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് പരിഗണിക്കുക. മാർജിനൽ കോസ്റ്റിംഗിലോട്ട് വരുന്ന സമയത്ത് വാരിയബിൾ കോസ്റ്റ് ആണ് പരിഗണിക്കുന്നത്. അവിടെ അല്ല, ഫിക്സഡിന്റെയും വാരിയബിളിന്റെയും കറക്റ്റ് ഒരു സെപ്പറേഷൻ നമ്മൾ നടത്തുന്നുണ്ടെന്നുള്ളതാണ്. ഓക്കെ, ബാക്കിയുള്ള ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആണ്. പിന്നെ പറയുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ഒരു പ്രീഡിറ്റർമൈൻ കോസ്റ്റ് ഫിക്സ് ചെയ്യുന്നു, അതിനുശേഷം അവിടെ ആക്ച്വൽ കോസ്റ്റ് എന്ത് ചെയ്യുന്നു, വരുന്നു. അപ്പോൾ സ്റ്റാൻഡേർഡും പ്രീഡിറ്റർമൈൻ കോസ്റ്റും ആക്ച്വലും തമ്മിൽ കമ്പയർ ചെയ്ത്, അല്ലേ, നമുക്കതിൻ്റെ ഡീവിയേഷൻ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി, പിന്നെ നമ്മൾ ഒരു കൺട്രോളിങ് പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മൾ കൺട്രോളിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന, കോസ്റ്റ് കൺട്രോളിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഈ പറയുന്ന സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഡിറക്റ്റ് കോസ്റ്റിംഗ് ആണ്. ഡിറക്റ്റ് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഡിറക്റ്റ് കോസ്റ്റിൻ്റെ ലൊക്കേഷൻ, അതിലോട്ട് ഫോക്കസ് കൊടുക്കുമ്പോൾ അതിനെയാണ് ഡിറക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറയാം. യൂണിഫോം കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ നമ്മൾ സെയിം കോസ്റ്റ് തന്നെ എല്ലാത്തിനും ഫോളോ ചെയ്യുമ്പോൾ, സെയിം പ്രിൻസിപ്പിൾ അല്ലെ, കോസ്റ്റിംഗ് പ്രാക്ടീസസ് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ യൂണിഫോം കോസ്റ്റിംഗ് എന്ന് പറയാം. ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ നമ്മൾ സെയിം കോസ്റ്റിംഗ് പ്രിൻസിപ്പിൾ പ്രാക്ടീസസ് ഫോളോ ചെയ്യുമ്പോൾ അതിനെയാണ് യൂണിഫോം കോസ്റ്റിംഗ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, മാർജിനൽ കോസ്റ്റിംഗ്. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 22. Dash are the costs that are specifically and exclusively identified with a particular cost object. ഒരു പെർട്ടിക്കുലർ കോസ്റ്റ് ഒബ്ജക്റ്റിൻ്റെ അല്ലേ കോസ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ നമുക്ക് സ്പെസിഫിക്കലി ആൻഡ് എക്സ്ക്ലൂസീവ്ലി ഇതാണ് അതിൻ്റെ കോസ്റ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന തരത്തിലുള്ള കോസ്റ്റ് ഏതാണ്? നമ്പർ 1 ഇൻഡയറക്റ്റ് കോസ്റ്റ്, നമ്പർ 2 ഡിറക്റ്റ് കോസ്റ്റ്, നമ്പർ 3 പ്രൊഡക്റ്റ് കോസ്റ്റ്, നമ്പർ 4 പീരീഡ് കോസ്റ്റ്. ഈസിലി പറയാൻ സാധിക്കും. സ്പെസിഫിക്കലി ആൻഡ് എക്സ്ക്ലൂസീവ്ലി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എൻ്റെ ആൻസറിലോട്ട് എത്താം. എന്നാലും നമുക്ക് ഓരോ ഓപ്ഷൻ 1 by 1 ആയിട്ട് കാണാം. നമ്പർ 1 ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ്. ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഓവർ ഹെഡ്സ് ആണ്. നമുക്ക് ഡിറക്ട്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കാത്ത കോസ്റ്റ് ആണ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. അപ്പോൾ ഇതല്ല ആൻസർ. ഓക്കെ, ദെൻ പിന്നെ ഡിറക്റ്റ് കോസ്റ്റ് ആണ് അടുത്തത്. ഡിറക്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ, പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഡിറക്റ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്ന കോസ്റ്റാണ്. സ്പെസിഫിക്കലി ആൻഡ് എക്സ്ക്ലൂസീവ്ലി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്ന കോസ്റ്റിനെയാണ് ഡിറക്റ്റ് കോസ്റ്റ് എന്ന് പറയാം. സോ അതാണ് ആൻസർ, അല്ലേ? ഡിറക്റ്റ് കോസ്റ്റ് ആണ് എന്താ, ദോസ് കോസ്റ്റ് ദാറ്റ് ക്യാൻ ബി സ്പെസിഫിക്കലി ആൻഡ് എക്സ്ക്ലൂസീവ്ലി ഐഡൻറ്റിഫൈഡ്.
അതാണ് ആൻസർ. ബാക്കി പറയുന്നത് പ്രൊഡക്റ്റ് കോസ്റ്റ് പറയുന്നുണ്ട്. ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഡിറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കോസ്റ്റ് രണ്ടിനെയും നമുക്ക് പ്രൊഡക്റ്റ് കോസ്റ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും മാനുഫാക്ചർ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ അതല്ല ഇവിടെ ആൻസർ. പിന്നെ പീരീഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ, ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ നമ്മൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻകേർഡ് ആവുന്ന കോസ്റ്റിനെയാണ് നമ്മൾ പീരീഡ് കോസ്റ്റ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഡിറക്റ്റ് കോസ്റ്റ്. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 23. The predetermined or target cost that can be incurred under efficient operating conditions are. പ്രീഡിറ്റർമൈൻഡ് കോസ്റ്റ് അല്ലെങ്കിൽ ടാർഗറ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ദാറ്റ് ആർ ഇൻകേർഡ് അണ്ടർ എഫിഷ്യൻറ്റ് ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ. നമ്പർ 1 ബജറ്റഡ് കോസ്റ്റ്, നമ്പർ 2 ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, നമ്പർ 3 സ്റ്റാൻഡേർഡ് കോസ്റ്റ്, നമ്പർ 4 പ്രോസസ് കോസ്റ്റ്. എന്താണ് ആൻസർ വരിക? നമുക്ക് ഓരോ ഓപ്ഷനിലോട്ട് കിടക്കാം. ആദ്യത്തെയാണ് ബജറ്റഡ് കോസ്റ്റ് എന്ന് പറയാം. ബജറ്റഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു എസ്റ്റിമേറ്റഡ് കോസ്റ്റിനെയാണ് നമ്മൾ ബജറ്റഡ് കോസ്റ്റ് എന്ന് പറയാം. ഇപ്പം നെക്സ്റ്റ് മന്ത് നമുക്ക് ഒരു പർട്ടിക്കുലർ എന്താണ് ഇത്ര യൂണിറ്റ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഇത്ര എമൗണ്ട് നമുക്ക് വേണ്ടതായിട്ട് വരും എന്ന് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാണ്. ബജറ്റ്, അതിനെയാണ് നമ്മൾ എന്താ പറയുക, ബജറ്റഡ് കോസ്റ്റ്. മുൻകൂട്ടി നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാണ് ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് അടുത്ത മാസത്തേക്ക് ഇത്ര വരും, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്ര ബജറ്റ് വരും എന്നുള്ളത് മാറ്റി വയ്ക്കുകയാണ്. ഫിനാൻഷ്യൽ പ്ലാൻ ഫോർ ദി ഫ്യൂച്ചർ ആക്ഷൻ എന്ന് പറയില്ലേ, അതാണ് ബഡ്ജറ്റ്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ ബജറ്റഡ് കോസ്റ്റ് എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട് ഈ ബജറ്റഡും സ്റ്റാൻഡേർഡും തമ്മിൽ. അപ്പോൾ അതാണ് എസ്റ്റിമേറ്റഡ് കോസ്റ്റിനെയാണ് ബജറ്റഡ് കോസ്റ്റ് എന്ന് പറയുക. ദെൻ രണ്ടാമത് വരുന്ന ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് കോസ്റ്റിനെയാണ് നമുക്ക് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയാൻ സാധിക്കുക. നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് നമ്മൾ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യുമ്പോൾ അല്ലേ, അതിന് വരുന്ന കോസ്റ്റിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയാൻ സാധിക്കുക. ഫോർ എക്സാമ്പിൾ നമ്മുടെ മുമ്പിൽ 2 ഓപ്ഷൻസ് വരാണ്. ഇപ്പോൾ പ്രോജക്റ്റ് എ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടാനുള്ള ബെനഫിറ്റ് എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ 1 ലക്ഷം രൂപയാണ്. പ്രോജക്റ്റ് ബി ആണെങ്കിൽ 1,20,000. നമ്മൾ പ്രോജക്റ്റ് എ സെലക്ട് ചെയ്തു, അപ്പോൾ നമുക്ക് അവിടെ വന്നുള്ള ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 20,000 രൂപയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൊജക്റ്റ് ബി ഫോർഗോൺ ചെയ്തത് കൊണ്ട് നമുക്ക് അവിടെ വന്നിട്ടുള്ള കിട്ടുമായിരുന്നു, അതാണ് നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കിട്ടേണ്ടിയിരുന്ന ഒന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ആ കോസ്റ്റിനെയാണ് നമ്മൾ എന്താ പറയുക, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയാം, നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് കോസ്റ്റ്. അപ്പോൾ എ സെലക്ട് ചെയ്തു, ബി എടുക്കുന്നതിന് പകരം ബി എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ 1,20,000 കിട്ടിയാൽ എ എടുത്തുകൊണ്ട് 1 കിട്ടിയുള്ളൂ. അപ്പോൾ ആ 20,000 രൂപയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയാം. അപ്പോൾ അതല്ലത്. ഇനി നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ, പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു. ഓർ ടാർഗറ്റ് കോസ്റ്റ് ദാറ്റ് ആർ ഇൻകേർഡ് അണ്ടർ എഫിഷ്യൻറ്റ് ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ. നമ്മൾ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് ഇത്രയാണ് ഇത്ര എമൗണ്ട് വയ്ക്കുന്നു. ദെൻ ആക്ച്വൽ വരുന്നു അല്ലേ, ആക്ച്വലും പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള കോസ്റ്റ് നമ്മൾ കമ്പയർ ചെയ്ത് ഒരു ഇതിലോട്ട് പോകുന്നു. ഈ പറയുന്ന ബജറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, മുൻകൂട്ടി അവിടെ വയ്ക്കുന്നുണ്ടെങ്കിലും അത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആണത്. അപ്പോൾ നമുക്ക് ഈ ബജറ്റഡും സ്റ്റാൻഡേർഡും തമ്മിൽ പലപ്പോഴും എന്താണ് ഇതിൻ്റെ ഡിഫറൻസ് എന്നുള്ളത് തോന്നും. നിങ്ങൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ പ്രോബ്ലം ഒക്കെ പഠിക്കുന്ന സമയത്ത് അതിൽ ബജറ്റഡ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടും സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്നും പറഞ്ഞിട്ട് നമുക്ക് തരാറുണ്ട് അല്ലേ, പ്രോബ്ലം വരയ്ക്ക് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. അപ്പോൾ ബജറ്റഡ് എന്ന് പറയുമ്പോൾ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കൺസെപ്റ്റിലോട്ട് എത്തണം. എസ്റ്റിമേറ്റഡ് കോസ്റ്റിനെയാണ് നമ്മൾ എന്താ പറയുക, റിലേറ്റഡ് വിത്ത് അല്ലേ, അടുത്ത മാസം നമുക്ക് ഇത്രത്തോളം പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം എമൗണ്ട് വരാൻ സാധ്യതയുണ്ടെന്നുള്ളത് മുൻകൂട്ടി വിൽക്കുന്നതിനെയാണ് ബജറ്റഡ് കോസ്റ്റ് എന്ന് പറയാൻ. നേരെ മറിച്ച് നമ്മുടെ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നത് ഓൾറെഡി വെച്ചിട്ടുള്ള പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റും ആക്ച്വലും തമ്മിലുള്ളൊരു കമ്പാരിസൺ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ എഫിഷ്യൻസി അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്നതാണ് ഈ പറയുന്ന പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ്. അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയാം. അപ്പോൾ ആ കൺസെപ്ച്വൽ ഡിഫറൻസ് ശരിക്കും അറിയണം, എന്താ ഈ ബഡ്ജറ്റഡിൻ്റെയും സ്റ്റാൻഡേർഡിൻ്റെയും. അപ്പോൾ ആൻസർ വരെ സി ആണ്. പ്രോസസ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള അല്ലേ
ഒരുപാട് സ്റ്റേജസിലൂടെ കടന്നു പോകുമ്പോൾ അതിന് വരുന്ന മൊത്തത്തിലുള്ള കോസ്റ്റിനെയാണ് പ്രോസസ് കോസ്റ്റ് എന്ന് പറയുക, അല്ലേ? ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് 4, 5 അല്ലെങ്കിൽ 3, 4 സ്റ്റേജസിലൂടെ കടന്നു പോകണം. അപ്പോൾ അതിനൊക്കെ വേണ്ടി വരുന്ന ഓരോ പ്രോസസ്സിലും വരുന്ന കോസ്റ്റിനെയാണ് നമ്മൾ പ്രോസസ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. Moving to question number 24, dash is equal to the difference between the standard wage rate per hour and actual wage rate multiplied by actual number of hours worked. ഇക്വേഷൻ പഠിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാലോ. എന്താണ്? SR മൈനസ് AR ഇൻറ്റു AH ആണ്. AH. അപ്പോൾ സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ റേറ്റ് മൾട്ടിപ്ലൈഡ് ബൈ ആക്ച്വൽ നമ്പർ ഓഫ് അവേഴ്സ് എന്ന് പറയുമ്പോൾ അത് എന്ത് വാരിയൻസ് ആണെന്നുള്ളതാണ് ചോദ്യം. അതാണ് ഈ പറയുന്ന വേജ് റേറ്റ് വാരിയൻസ്. വേജ് റേറ്റ് വാരിയൻസ് എന്ന് പറയുമ്പോൾ റേറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസിനെ ആക്ച്വൽ അവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് വേജ് റേറ്റ് വാരിയൻസ്. മറ്റേ ഓപ്ഷൻസിലോട്ട് പോകണമെന്നില്ല, കാരണം ഇവിടെ നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ കാര്യം കിട്ടും, അല്ലേ? റേറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് അതല്ലേ, അവിടെയല്ലേ നമുക്ക് വേജ് റേറ്റ് വാരിയൻസ് എന്ന് പറയാൻ സാധിക്കും. അതിനെ ആക്ച്വൽ അവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ വരിക. Moving to question number 25, the term dash describes the situation where all business functions are involved in the process of continuous quality improvement. അപ്പോൾ താഴെ പറയുന്നതിൽ എന്തിനെയാണ് ഓൾ ബിസിനസ് ഫംഗ്ഷൻ ആർ ഇൻവോൾവ് ഇൻ പ്രോസസ് ഓഫ് കണ്ടിന്യൂസ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറയാം? ഈസി ക്വസ്റ്റ്യൻ ആണ്, ആൻസർ പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറ്റും. നമ്പർ 1 ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ്, നമ്പർ 2 ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ്, ക്വാളിറ്റി കോസ്റ്റ് റിപ്പോർട്ട് TQM. എന്താണ്? ഫസ്റ്റ് ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു പ്രോഡക്റ്റിന് അതിൻ്റെ പല സ്റ്റേജസിലൂടെ കടന്നു പോകും, അല്ലേ? ഓരോ സ്റ്റേജസിൻ്റെയും വരുന്ന കോസ്റ്റ് കാൽക്കുലേഷനെയാണ് ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് എന്ന് പറയാം. എല്ലാത്തിനും അതിൻ്റെതായ ലൈഫ് സൈക്കിൾ ഉണ്ടല്ലോ, ലൈക്ക് എ ഹ്യൂമൻ ബീയിങ്. അപ്പോൾ അതിൻ്റെ എല്ലാ സ്റ്റേജസിലും വരുന്ന കോസ്റ്റാണ്. പിന്നെ ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ എന്താ? റാഡിക്കൽ റീഡിസൈനിങ് ഒരു പ്രോസസ്സിനെ നമ്മൾ നടത്തുകയാണ്. ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം അത് ചിലപ്പോൾ പല സ്റ്റേജസിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. അതിന് അതിൻ്റേതായിട്ടുള്ള പ്രോസസ്സ് ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? റീഡിസൈൻ ചെയ്യുക, ഒരു വൺ ടൈം റീഡിസൈൻ നടത്തുകയാണ്. അതുകൊണ്ടാണ് അതിനെ റീ എഞ്ചിനീയറിംഗ് എന്ന് പറയാം. ഓക്കെ, സോ ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ അതാണ് റീഡിസൈനിങ് നടത്തുകയാണ്, വൺ ടൈം റീഡിസൈനിങ് നടത്തുകയാണ്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോസസ്സ് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എന്താണ് സ്റ്റെപ്പുകൾ അവിടെ ഉണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? മാറ്റം വരുത്തുന്നു ഒരു ബെറ്റർമെന്റിന് വേണ്ടിയിട്ട്. അതിനെയാണ് നമ്മൾ പറയുന്നത് ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ്. ഇവിടെ അതല്ലല്ലോ ചോദിച്ചിരിക്കുന്നത്. ദെൻ ക്വാളിറ്റി കോസ്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് എപ്പോഴാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരാൻ? എന്താ ഉദ്ദേശിക്കുന്നത്? മെഷറിയാണ് കോസ്റ്റ് ഓഫ് ക്വാളിറ്റി. അതിൻ്റെ റിപ്പോർട്ടിനെയാണ് നമ്മൾ ക്വാളിറ്റി കോസ്റ്റ് റിപ്പോർട്ട് എന്ന് പറയാം. മെഷറിയാണ്, മെഷറിങ് കോസ്റ്റ് ഓഫ് ക്വാളിറ്റി. അപ്പോൾ അതാണ് ഇവിടെ. അല്ല, ദെൻ ലാസ്റ്റ് വൺ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് TQM. അതാണ് കൺസെപ്റ്റ്. കണ്ടിന്യൂസ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയാം. മൊത്തത്തിലുള്ള ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് കണ്ടിന്യൂസ് ആയിട്ട്, അതിനാണ് TQM എന്ന് പറയാം. എല്ലാവർക്കും അറിയാം, ഈസി ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റും. നമ്മളെന്നാലും ബാക്കിയുള്ള ഓപ്ഷൻസിലൂടെയും ഒന്ന് പോയിന്ന് മാത്രം. സോ ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ വരാം. ഓക്കെ, അപ്പോൾ നമ്മളിന്നൊരു 5 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കോസ്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഒരു 5 ചോദ്യങ്ങൾ കൂടി ഉണ്ട്, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പോൾ കോസ്റ്റിൽ 10 ചോദ്യങ്ങൾ വരുന്നതിൽ 5 ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്തൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ പരമാവധി എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.